എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ 3rd ആനിവേഴ്സറി ആണ്. ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ജനുവരി 11 3 വർഷമായി അങ്ങനെ. അപ്പം ഞാൻ എന്താ പറയുക, അപ്പം ഞാൻ കുറച്ച് സ്പെഷ്യൽസ് ആട്ടോ ആക്കിയത്. നമ്മൾ വേറെ പുറത്ത് പോകാനൊന്നും പറ്റിയിട്ടില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ആക്കിയിട്ട് ആനിവേഴ്സറി ആഘോഷിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നോർമൽ കേക്ക് ആട്ടോ ആക്കിയത്. ഇതാ ഒരു നോർമൽ ഒരു ചോക്ലേറ്റ് ഒക്കെ വരുന്നത്, വാനിലയാണ് സ്പഞ്ച് വരുന്നത്. എൻ്റെ ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്ത് ഒരു നോർമൽ കേക്ക് ആട്ടോ. അത് കഴിഞ്ഞിട്ടാക്കിയത് അതാ ചിക്കൻ റോളാണ്. ചിക്കൻ റോള് ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാണ്ട് നോർമൽ ഒരു ചിക്കൻ റോൾ ആക്കിയതാണ്. പിന്നെ വരുന്നത് ചിക്കൻ കറിയും വരുന്നുണ്ട്, നെയ്ച്ചോറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പം ആക്കിയിരിക്കുന്നത്. കഴിക്കണത്രേ, കട്ട് ചെയ്യണത്രേ, എല്ലാം ചെയ്യണത്രേ. അപ്പം കുക്കിംഗ് പരിപാടി ഏകദേശം തീരാറായി. കുറച്ചും കൂടി ഉണ്ട്. എന്താ നമ്മൾ ചിക്കൻ റോള് ഇത് ആവാനുണ്ട്, ഒരു 3 എണ്ണം കൂടെ ആവാനുണ്ട്. ബാക്കിയെല്ലാം കൂടെ സെറ്റാണ്, കറിയും ഒക്കെ സെറ്റാണ്. അപ്പം അതും കൂടെ ആയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾ സെറ്റാണ്. ഞാനെല്ലാം ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ഇനി ജസ്റ്റ് ഒരു കുഞ്ഞ് അറേഞ്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ലൈറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാനർ പോലത്തെ ഒരു സാധനം ഉണ്ടായിട്ടോ ബാക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തത്. പക്ഷെ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഇന്ന് കിട്ടില്ല, ഇന്ന് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും അത്. അപ്പം ഇന്നത് കിട്ടാത്തതുകൊണ്ട് അതൊന്നും വെച്ചില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് കുഞ്ഞ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അത് ടേബിളിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. വേറെ ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മെയിനായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ സെറ്റായി. അപ്പം ഇതൊക്കെയായിരുന്നു ആനിവേഴ്സറി പരിപാടി. സർപ്രൈസ് ആക്കണം എന്നാട്ടോ ഉണ്ടായത്. വലിയൊരു ആഗ്രഹമായിരുന്നു സർപ്രൈസ് ആക്കണമെന്ന്. പക്ഷെ കേക്ക് മാത്രം ആയിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ വഴിയെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ, ബാക്കിയെല്ലാം വഴിയെ ആവുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഒരു കുഞ്ഞി കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? എങ്ങനെയുണ്ട് പറ, തിന്നു നോക്കിയിട്ട് പറയാം. ആദ്യം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ കേക്ക് കട്ട് ചെയ്തത്? എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്തിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത് ഞാൻ പറയിട്ട് കേൾക്കാം. 3 വർഷമായില്ലേ, പാടാ. അപ്പം എന്താ ഒരു നോർമൽ കേക്ക് ആക്കിയത് കേട്ടോ. സർപ്രൈസ് ആക്കണമെന്നുണ്ട്, പറ്റിയിട്ടില്ല. എന്നാലും അത് പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് ആ കേക്കിലേക്ക് നന്നായിട്ട് ഞാൻ ഇറക്കി വെച്ചത്, അതുകൊണ്ട് നല്ലുണ്ട്. പിന്നെന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് നേരെ ഫുഡിലേക്ക് കിടക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പൊ സ്പെഷ്യൽസ് ആക്കിയത് നമുക്ക് കഴിക്കേണ്ട സമയമായി. 8 മണി ആയിട്ടോ, 8 മണി കഴിഞ്ഞു. നെയ്ച്ചോറാണ് ആക്കിയത്. കാരണം മിക്കപ്പോഴും ഞാൻ ബിരിയാണീനെ കൊണ്ടുള്ള കളിയായിരിക്കും, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നെയ്ച്ചോറാക്കാന്ന്. അതുകൊണ്ടാട്ടോ നെയ്ച്ചോറാക്കിയത്. നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും രണ്ടും എളുപ്പമാണ്. ചിക്കൻ കറി ഇതൊന്നും ഞാൻ ആക്കുന്നത് വ്ളോഗൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മളെപ്പോഴും നോർമലി ആക്കുന്നത് തന്നെയല്ലേ. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതാട്ടോ ചിക്കൻ കറി. പിന്നെ ആക്കിയത് ചിക്കൻ റോളാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചിക്കൻ റോളാണ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിക്കട്ടെ? ചൂടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ചിക്കൻ റോള്.
ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് പുറത്തിട്ടാന്നേ ഉള്ളൂ, പക്ഷെ നല്ല സോഫ്റ്റ് ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഇതൊരു ഞാൻ ചുമ്മാ ആക്കിയതാ, കുറേ നാളായി ആക്കിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് അത് ചുമ്മാതെ കേട്ടോ. അപ്പം എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടല്ലേ ആനിവേഴ്സറിക്ക്? ഇത്രയും നാളും വീട്ടിൽ നിന്നു കേക്ക് ആക്കും. നിച്ചു ഉണ്ടാവും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിച്ചുവിനെ നല്ലവണ്ണം മിസ് ചെയ്യുന്നുണ്ട്. നിച്ചുവിന് തന്നെയാണ് മിക്കപ്പോഴും കേക്ക് ആക്കാറ്. എന്താ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് ഈ ആനിവേഴ്സറിക്ക്. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ അങ്ങനെ ആക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത് കൈപ്പറ്റിയല്ലേ. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത് കൈപ്പറ്റി. അതുകൊണ്ട് ആനിവേഴ്സറിക്കായിട്ട് ഗിഫ്റ്റ് ഒന്നും വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താ കേക്ക് ഒരുപാട് ഇഷ്ടമായി തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അതാ എടുത്തെടുത്ത് തീർന്ന് ഇപ്പം 3 പീസായിട്ടും തീർന്ന് കേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കേക്ക്? ഞാനിതിൽ ക്രീം ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാണ് ആക്കിയത്. ഞാൻ റെസിപ്പി ഇടാം. മധുരം നമ്മൾ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ക്രീം ഒന്നും യൂസ് ചെയ്തില്ല. കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് അങ്ങനെ ആക്കിയതാണ്. ഇത് റെസിപ്പി ഞാൻ എന്തായിട്ട് ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ റോളിൻ്റെ റെസിപ്പി ഞാനിടാം. ഇത് നോർമൽ ചിക്കൻ റോളാണ്, നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാണ്ട്. അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. വച്ചിട്ടുണ്ടോ എന്നിട്ട് പറയാറോ? ആ മസാല എങ്ങനെയുണ്ട്? ഇതിന്റെ മസാല നെയ്ച്ചോറിലേക്ക് പറ്റിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് ചിക്കൻ റോള്? നല്ലയുണ്ട്. ചിക്കൻ റോള് ഞാൻ പണ്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ റോളിൻ്റെ വ്ളോഗ്. അപ്പം ഇത് ഒരു നോർമൽ തട്ടിക്കൂട്ടി ചിക്കൻ റോൾ ആക്കിയതാണ്, പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ റെസിപ്പി ഞാനിടാം. പിന്നെ കുറേ ആൾക്കാർ നമുക്ക് വിശ്വസ് അയച്ചിന് കേട്ടോ. യൂട്യൂബ് ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും വിശ്വസ് അയച്ചിന്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഞാൻ എല്ലാവരോടും പറയുന്നതിന് മുമ്പേ കുറേ പേർക്ക് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നേരത്തെ വിശ്വസ് അറിയിച്ച ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ മിക്ക ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് ഇനി ഒന്നും കൂടെ നോക്കണം എത്രയാണ് അയച്ചതെന്ന് യൂട്യൂബിൽ. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഓർത്തതിന്. പിന്നെന്താ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ആനിവേഴ്സറി വിശേഷം. ഒരു കുഞ്ഞ് വ്ളോഗ് എടുത്തതായിരുന്നു, ഒരു കുഞ്ഞ് നമ്മുടെ ഹാപ്പിനെസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതായിരുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ആൻഡ് ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.